ഗായ്സ്, കുറെ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഞാനും രണ്ട് ഫ്രണ്ട്സും കൂടെ കൊച്ചിയിലേക്ക് പോവാണ് കേട്ടോ. പട്ടാമ്പിന്ന് ഷൊർണൂരിലേക്ക് ബസ്സിന് പോയി ഷൊർണൂരിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് ആലുവയ്ക്കുള്ള ട്രെയിനിൽ കയറാൻ പോവാണ്. 3 പേരും ആദ്യമായിട്ടാണ് ഗൈസ് ഒറ്റയ്ക്ക് ട്രെയിനിൽ പോകുന്നത്. അതിന്റെ എല്ലാവിധ ടെൻഷൻ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുപോലെ ഉണ്ടായിരുന്നു. വിചാരിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് ഇരിക്കാനും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം സാഹസികമായിട്ട് ഞങ്ങൾ ബാഗേജ് കാരിയറിലാണ് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ 3 ആടി തല അവിടെ തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ മേലത്തെ റൂഫിൽ. എന്നാലും വേണ്ടിയിരുന്നില്ല, ആലുവ എത്തുന്നത് വരെ ഇരിക്കാലോ എന്നുള്ളൊരു മൈൻഡിൽ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു 4-5 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മൂവി ഒക്കെ പ്ലേ ചെയ്തിരുന്നപ്പോഴത്തേക്കും നമ്മൾ ഫുൾ വൈബായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആലുവ എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നമ്മൾ വളരെയധികം നേരത്തെ ഇറങ്ങിയോണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കറക്റ്റ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഒരു വടയും ചായയും കഴിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയുടെ കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റേഷന്റെ ഉള്ളിൽ നിന്നായോണ്ടാണോ എന്ന് അറിയത്തില്ല ഗൈസ്, 3 പേർക്ക് ചായയും 3 വടയും കഴിക്കാൻ ഞങ്ങൾക്ക് 150 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ KSRTC ബസ് എടുത്തിട്ട് നമ്മൾ കാക്കനാട് ജംഗ്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ നമ്മുടെ ഫ്രണ്ട്സ് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് 3 ദിവസം മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കാക്കനാട് ജംഗ്ഷൻ നമുക്ക് റൂമിലേക്ക് എത്താൻ വേണ്ടി കുറച്ചും കൂടെ പോകാണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഊബർ ബുക്ക് ചെയ്യേണ്ട ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരും ഊബർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ലൈഫിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മൾ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഈ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊരു സംഭവം ഒരു ഗേൾസ് ഹോസ്റ്റലായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴെന്നുണ്ടെങ്കിലും അവര് വർക്കിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ അവർ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫുഡ് ഒക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബീട്രൂട്ട് ഉപ്പേരി സാമ്പാറും ചോറൊക്കെ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു. കുറെ ദിവസം പ്ലാൻ ചെയ്ത് നമ്മൾ ഫൈനലി ഇവിടെ എത്തി നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര അധികം സന്തോഷമായിരുന്നു. അപ്പൊ കൊച്ചി എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.